ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയും കൊണ്ട് എസ്റ്റേറ്റ് ഒക്കെ കാണിച്ചിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് സ്റ്റാൻലിയും അതുപോലെ ഔതക്കുട്ടിയും. അപ്പൊ അവിടെ ആന്റപ്പനും ബൈജു ഒക്കെ ഉണ്ടായിരുന്നു, പൗലോസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ചോദിച്ചു, അല്ല എല്ലായിടവും കണ്ട് കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെ കണ്ടു കഴിയാൻ പറ്റുവാടാവേ, അതിന് സ്ഥലം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ, എല്ലായിടവും ഒന്നും കണ്ടു കഴിഞ്ഞിട്ടില്ല എന്ന്. എന്നിട്ട് ഇവരകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവർ പറയാണ്, ആ പെണ്ണിനെ എന്തിനാണ് ആന്റപ്പൻ ചേട്ടാ ഈ എസ്റ്റേറ്റും ഈ റബ്ബർ തോട്ടം ഒക്കെ കാണിച്ചു കൊടുക്കുന്നത്? ചിലപ്പോൾ എഴുതി കൊടുക്കാനായിരിക്കും. ഇതിന്റെ പുറകില് നമ്മൾ ആരും അറിയാത്ത എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡ്രൈവർ. അപ്പൊ ആന്റപ്പൻ ചേട്ടൻ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യണ്ട. അല്ല ആന്റപ്പൻ ചേട്ടാ, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പിരിഞ്ഞു പോവേണ്ടി വരുമോ? ആർക്കറിയാം, നമ്മള് പിരിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് ആന്റപ്പന് അങ്ങ് പോയി കേട്ടോ. ഏതായാലും ആന്റപ്പൻ കുറച്ച് ഡീസന്റാ, എരിവും നുണയും കൊതിയൊന്നും പറയത്തില്ല. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻലി ചോദിക്കുകയാണ് അലീനയോട്, അല്ല ഇനി എവിടെയെങ്കിലും പോകാനുണ്ടോ നിനക്ക്? പള്ളിയിലോ ബ്യൂട്ടി പാർലറിലോ ഏതെങ്കിലും കടയിലോ? അതാ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഓഫനേജ് ഉണ്ടോ, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം? അല്ല അതെന്തിനാ? അല്ല അങ്ങോട്ടേക്ക് പോകാനായിരുന്നു. അവിടെ പോയി നമുക്കൊന്ന് എല്ലാവരെയും കണ്ട് സന്ദർശിച്ചു വരാം. മാത്രമല്ല എന്തെങ്കിലും സഹായവും നമുക്ക് ചെയ്യാം. കൊട്ടാരക്കരയിലും കിളിമാനൂരിലും ഓഫനേജ് ഉണ്ട്, അതുപോലെ കൊല്ലത്തുണ്ട്, പുനലൂര് അനാഥാലയം ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഓ, അനാഥാലയങ്ങളുടെ ലിസ്റ്റ് എടുത്ത് തരാൻ നീ ആന്റപ്പനോട് പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. അല്ല ആന്റപ്പൻ ചേട്ടനല്ലല്ലോ എന്റെ പപ്പ, എന്റെ പപ്പ ഈ നിൽക്കുന്ന സ്റ്റാൻലി ജോസഫ് അല്ലേ, അപ്പൊ ഞാൻ എന്റെ പപ്പയോടല്ലേ പറയേണ്ടത് എന്ന്. ഇത് കേട്ടത് സ്റ്റാൻലിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. സ്റ്റാൻലിയോട് ഇങ്ങനെ ആരും എന്താ പറയാ എതിർത്ത് ഒന്നും സംസാരിക്കാറില്ലായിരുന്നല്ലോ. അപ്പൊ അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. നമ്മുടെ ഔതക്കുട്ടി അവിടെ നിപ്പോണ്ട് കേട്ടോ. അപ്പം സ്റ്റാൻലി ചോദിച്ചു, ഇതെന്ത് വർത്താനം അപ്പച്ച, എസ്റ്റേറ്റ് കാണിച്ചത് അബദ്ധമായി പോയോ? ഓ, എസ്റ്റേറ്റിന് അത്രയും വരുമാനം ഉണ്ടെന്ന് പറഞ്ഞതാണോ തെറ്റായി പോയത്? ഇവക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പച്ച. അപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടി പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അല്ല, തോട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല തോട്ടം, നല്ല വരുമാനം, അതിന്ന് ഒന്നോ രണ്ടോ അനാഥാലയങ്ങൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കാൻ പറ്റുമെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എനിക്ക് ഈ അനാഥാലയങ്ങളിൽ നിന്ന് കേൾക്കുന്നത് ഇറിറ്റേഷനാ, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ അവിടെയല്ലേ. സ്റ്റോപ്പ് അലീന, നിർത്ത്, മതി, കൂടുതൽ നീ സംസാരിക്കണ്ട. ഞാൻ പല തവണ നിന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ എന്നെ ഇറിറ്റേഷൻ ഉണ്ടാക്കിക്കരുത് എന്ന്. അത് പിന്നെ ഞാൻ അവിടുന്ന് വന്നവളല്ലേ, എന്നെ അങ്ങോട്ട് തന്നെ വിട്ടേരെ. ഞാന് നിങ്ങൾക്കൊക്കെ ഒരു ശല്യമായിരിക്കാം, നിങ്ങൾക്ക് എന്നോട് വെറുപ്പായിരിക്കാം. അനാഥാലയങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് അനാഥാലയത്തിൽ നിന്ന് വന്ന എന്നെ കൂടെ താമസിപ്പിക്കുന്നതും അതുപോലെ സ്നേഹിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ. കാരണം ഇവിടെ ആരും ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല. എന്നെ ഒരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്റ്റാൻലി പറഞ്ഞു, അലീന അതല്ല, എന്നോട് ആരും എതിർത്ത് സംസാരിക്കാറില്ല. ആർമിയിൽ നിന്ന് വന്നപ്പോഴും അവിടെ നിന്ന് പിരിഞ്ഞപ്പോഴും ഒന്നും. അല്ല, ഇവിടുന്ന് പാലാ വരെയുള്ള വണ്ടിക്കൂലി തന്നേക്കാമോ? ഞാൻ പൊക്കോളാം, ഇവിടുന്ന് ഞാൻ പാലാക്കി പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന സ്റ്റെയർ കയറി മേളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സ്റ്റാൻലി പറഞ്ഞു, അലീന നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നോട് ഞാൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? അത് പിന്നെ പോയേക്കാം, ഇനിയിപ്പം എന്നെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ, അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ എന്തിനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്? നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്റെ മകളായിട്ട് ഞാൻ സ്വീകരിച്ചത്? അല്ല, ഒരിക്കലും അല്ല. നീ അനാഥയായിരിക്കുന്ന കാര്യം എപ്പോഴും എന്നോട് പറയരുത്. ആ കാലം കഴിഞ്ഞു പോയതല്ലേ. എന്റെ ആളുകളെല്ലാം അവിടെയല്ലേ പപ്പ, ഓരോരോ അനാഥാലയങ്ങളിലാ. എനിക്കൊരു നല്ല കാലം വരുമ്പം ഞാന് അവരെയൊക്കെ ഓർക്കണ്ടേ, അവരെ സഹായിക്കണ്ടേ? ഇല്ലെങ്കിൽ ഞാന് അലീനയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ മാത്രം തിന്ന് കൊഴുത്തിങ്ങനെ സുഖിച്ച് ജീവിച്ചാ മതിയോ? എന്റെ 23 വർഷം വളർച്ചയത് ഒരു അനാഥാലയം ആണെങ്കിൽ പപ്പ 23 വർഷം 10 അനാഥാലയങ്ങൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കണം. അതല്ലേ എന്റെ പപ്പ ചെയ്യേണ്ടത്? എന്റെ പപ്പ അങ്ങനെ ആയിരിക്കണം എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തെറ്റാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അവിടെയുള്ള അനാഥ കുഞ്ഞുങ്ങളെ യഥാർത്ഥത്തിലേ അച്ഛനും അമ്മയും ഇല്ലാത്തവരൊന്നും അല്ല. അവർക്കും ഒരു സ്റ്റാൻലി പപ്പയും അതുപോലെ തന്നെ വൈജയന്തി അമ്മയും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ഉപേക്ഷിച്ചു പോയ അച്ഛനും അമ്മയും പരസ്പരം അറിയുന്നില്ലെന്നേ ഉള്ളൂ. അവരാരും അമ്മയെയും അച്ഛനെയും ഒക്കെ. അത് ഒന്ന് മനസ്സിലാക്കണം. ഞാനും അവരിൽ ഒരാളായതുകൊണ്ടാണ്
എനിക്ക് അവരെ മറക്കാൻ പറ്റാത്തതും അവരുടെ സാഹചര്യം എനിക്ക് മനസ്സിലാകുന്നതൊക്കെ. അല്ലാതെ ഒരിക്കലും ഞാന് അഹങ്കാര വർത്താനം പറയുന്നതല്ല. ഞാൻ ഓഫനേജിലാണ് എന്ന് പറഞ്ഞ് എപ്പോഴും നിങ്ങളെ മുഷിപ്പിക്കുന്നതും അല്ല. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ആർക്കും ഒന്നും കൊടുക്കണ്ട പപ്പ, ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഔതക്കുട്ടി പറഞ്ഞു, മോള് പിണങ്ങിയോ? അയ്യേ, ഇതാണോ എന്റെ ചിന്നമ്മ? ഇങ്ങനെ പിണങ്ങാൻ കൊള്ളൂ? ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് വർത്താനം പറയുമ്പോ മോളിങ് വന്ന്, നമ്മള് പുറത്തൊക്കെ പോയി ക്ഷീണിച്ച് വന്നതല്ലേ, എനിക്ക് ഒരു ഉഗ്രൻ ചായ ഇട്ട് തന്നെ, ഒരു സ്ട്രോങ് ചായ, ബാ ഇങ്ങ് ബാ എന്നും പറഞ്ഞ് നമ്മുടെ അലീനയും കൂട്ടിക്കൊണ്ട് നേരെ പോവുകയാണ് വല്യപ്പച്ചൻ. അലീനയുടെ വിഷമമൊക്കെ ഒന്ന് മാറ്റാൻ. അലീനയ്ക്ക് വിഷമായിന്ന് നമ്മുടെ ഔതക്കുട്ടിക്ക് മനസ്സിലായി. ഏതായാലും സ്റ്റാൻലിക്കും പറഞ്ഞതൊക്കെ മോശമായി പോയി എന്നൊക്കെ തോന്നുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ സ്റ്റാൻലിക്ക് ഇതൊന്നും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാളെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതൊന്നും സ്റ്റാൻലിക്ക് പറ്റുന്ന കാര്യമല്ല. ഏതായാലും കുറച്ച് കഴിയുമ്പോൾ സ്റ്റാൻലി ഒരു മദ്യക്കുപ്പിയൊക്കെ ആയിട്ട് ഗ്ലാസ്സിൽ കുറച്ച് മദ്യമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ സ്റ്റാൻലിയുടെ ഹോബി എന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ വല്യപ്പച്ചൻ കയറി വരിക, അതായത് ഔതക്കുട്ടി. അങ്ങനെ ഔതക്കുട്ടി ചോദിച്ചു, അല്ല നീ തുടങ്ങിയോ വന്ന ഉടനെ തന്നെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ അപ്പച്ചന് വേണോ? വല്യപ്പച്ചൻ ചോദിച്ചു. ഔതക്കുട്ടി ചോദിച്ചു, എന്ത് പറ്റി? നിന്റെ സ്വരത്തിനൊരു വലിയ കനം. അത് പിന്നെ എന്നോട് ഇതുവരെ ഒരാളും മറുത്ത് സംസാരിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരോട് ഒരു പണി നോക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ കാര്യങ്ങളില് ഇടപെടാനോ തീരുമാനം എടുക്കാനോ ഞാൻ ആർക്കും അധികാരവും അവകാശവും ഒന്നും കൊടുത്തിട്ടില്ല. ഓ, അത് ശരിയാ. അതിന്റെ ഒരു കുറവ് നിനക്ക് നല്ലതുപോലെ ഉണ്ട്. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? അത് നീ പറ. ഓ, എന്നെ കളിയാക്കുകയാണല്ലേ? അതെ, അവളെ എന്നോട് എന്തിനാ ഈ യുദ്ധത്തിന് വരുന്നതെന്ന് എനിക്കറിയാൻ മേലാത്തത്. ഞാന് അവളോട് എന്ത് ചെയ്തിട്ടാണ്? അവള് ആവശ്യപ്പെട്ട കാര്യം ചെയ്തു കൊടുക്കാമെന്ന് അവളോട് പറഞ്ഞപ്പം അവൾക്ക് അത് പോരാ, ഞാൻ തന്നെ ചെയ്യണം, ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ ചെയ്യണം. ആറ്റപ്പനെ കൊണ്ട് ചെയ്യിച്ചാൽ എന്താ കുഴപ്പം ഇരിക്കുന്നത്? അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? എന്തിനാണ് ഓഫ്നേജ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുത്തുന്ന പോലെ പറയുന്നത്? അത് പിന്നെ ലാലിച്ച, അവക്ക് ആന്റപ്പനെ കൊണ്ട് ചെയ്യിക്കാനാണെങ്കിൽ അവളെ അങ്ങനെ നിന്നോട് പറയത്തില്ലേ? അവൾ എന്താ പറഞ്ഞത്? അവളുടെ പപ്പയോട് ചെയ്തു കൊടുക്കാനായിട്ട്. അതിന് അവളെ തെറ്റു പറയാൻ പറ്റുമോ ലാലിച്ച? ഒരിക്കലും പറയാൻ പറ്റില്ല. അത് പിന്നെ എനിക്ക് അനാഥാലയം എന്ന വാക്ക് കേൾക്കുന്നത് തന്നെ ഏതാണ്ട് പോലെ, എന്തോ ഒരു ഇറിറ്റേഷൻ പോലെയാ, വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഒക്കെ എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ലാലിച്ചനോട് സ്റ്റാൻലി അല്ലല്ലോ, ഔതക്കുട്ടി പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പച്ചന് തോന്നും, അപ്പച്ചന് തോന്നണമല്ലോ. അപ്പച്ചന് തോന്നിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം. അപ്പച്ചൻ ചെയ്ത പ്രവർത്തിക്ക് അപ്പച്ചൻ കേൾക്കണം, അപ്പച്ചൻ അനുഭവിക്കണം. അതാണല്ലോ അപ്പച്ചൻ ഇപ്പം അനുഭവിക്കുന്നത്. ഓ, ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോ എന്റെ തോളിലേക്ക് കടിച്ചു തൂങ്ങി കയറാൻ നോക്കല്ലേ ലാലിച്ച. ഞാൻ പറയുന്ന കാര്യം കേക്ക്. അപ്പൊ നമ്മുടെ ലാലിച്ചൻ അപ്പച്ചനൊന്ന് രൂക്ഷമായിട്ട് നോക്കിട്ടോ, എടാ നീ കാരണം അല്ലടാ ഇതൊക്കെ, എന്നിട്ട് ഇപ്പൊ എന്നെ പേടിപ്പിക്കാൻ വരുന്നോടാ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലാലിച്ചൻ നമ്മുടെ ഔതക്കുട്ടീനെ നോക്കിയത്. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടി പറഞ്ഞു, അവൾ അനാഥാലയത്തിൽ കിടക്കാൻ കാരണം ഞാൻ തന്നെയാണെന്ന് വെച്ചോ. ഇപ്പം അവളുടെ അപ്പന്റെ അടുക്ക വന്ന് അവളെ സഹായിക്കവരെ തിരിച്ചു സഹായിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറൊന്നും അവള് പറഞ്ഞില്ലല്ലോ. അല്ലാതെ അനാഥാലയം തുടങ്ങണം അവള് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും അവൾ അത് എപ്പോഴാണെന്ന് പറയുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി, അവള് മിക്കവാറും അത് പറയാനും ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ ഔതക്കുട്ടി പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. എന്ത് തെറ്റാ ഉള്ളത്? ഒരു തെറ്റുമില്ല. ഓ, അത് നന്നായി. ഈ അപ്പനല്ലേ എനിക്ക് ഇങ്ങനെ ഒരു മകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പം അവളെ ഓടിച്ചിറക്കി വിടാനും നക്കാപ്പിച്ച കൊടുത്ത് ഒഴിവാക്കാനും പറഞ്ഞ ഈ അപ്പൻ അല്ലേ? അപ്പൊ നമ്മുടെ ഔതക്കുട്ടി തലം കുനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പൊ നമ്മുടെ ലാലിച്ചൻ പറഞ്ഞു, അതെ, 3-4 ദിവസം മുന്നേ പുനരൂരിൽ നിന്ന് ചാടി ഓടി വന്നത് ഈ പറഞ്ഞ എന്റെ മകളെ നാട് കടത്താനല്ലായിരുന്നോ? ഓ, എന്റെ പൊന്നു ലാലിച്ച, കഴിഞ്ഞതൊക്കെ നീ മറന്നുകളാ, ഓർക്കൊന്നും വേണ്ട. ഓ, എനിക്ക് മനസ്സിലായി. അത് ശരിയാ, കഴിഞ്ഞതൊക്കെ പറയുമ്പം ചിലവർക്കെ കൊള്ളുകയും ചെയ്യും, പൊള്ളുകയും ചെയ്യും. അതെനിക്ക് നന്നായിട്ട് അറിയാം. ദേ ലാലിച്ച, നീ കൂടുന്നുണ്ട് കേട്ടോ. ഒരുമാതിരി മറ്റേ വർത്താനം നീ എന്നോട് പറയരുതേ. ഞാൻ സമ്മതിച്ചല്ലോ, എല്ലാം ഞാൻ സമ്മതിച്ചല്ലോ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇട്ട് കുത്തുന്നത്? ആയ കാലത്ത് ചില തെറ്റൊക്കെ എനിക്ക് പറ്റിപ്പോയി, അത് തിരുത്തുന്ന കാര്യം ഞാൻ നിന്നോട് ഈ പറയുന്നത്. അല്ലാതെ അത് ഈ പൊക്കി 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 വീണ്ടും തെറ്റുണ്ടാക്കുന്ന കാര്യമല്ല. എനിക്ക് നിങ്ങൾ സുഖം കിട്ടാനും അല്ല. ഓ, അപ്പം അപ്പന്റെ ചിന്നമ്മയുടെ മുഖം മാറിയത് കൊണ്ടല്ലേ ഈ സന്ധ്യ സംഭാഷണത്തിന് വന്നത്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടും എന്നോടുള്ള വിഷമം കൊണ്ടും ഒന്നും അല്ലല്ലോ. എന്റെ വിഷമം കണ്ടിട്ടൊന്നും അല്ലല്ലോ. ഛേ, അതെന്നാ വർത്താനം ലാലിച്ച ഈ പറയുന്നത്? നിന്നെക്കാളും വലുതാണോ അവൾ എനിക്ക്?
ദേ, ഞാനൊരു കാര്യം പറയാം. ന്യായമല്ലാത്ത കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞാൻ കൂട്ടു നിൽക്കില്ല. ഓ, അപ്പൊ പിന്നെ ഇത്രയും നേരം അപ്പച്ചൻ ആരുടെ ന്യായമാ പറഞ്ഞത്? ആ, അതാ ഞാൻ ഈ പറഞ്ഞു വന്നത്. ഈ തവണ അവളുടെ ഭാഗത്താടാ ന്യായം. എന്റെ ലാലിച്ച, അത് നീ മനസ്സിലാക്ക. അതുകൊണ്ടാ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് ലാലിച്ച, ആരെങ്കിലും പറയുന്ന കാര്യത്തിൽ ന്യായമോ നീതിയോ ഉണ്ടെങ്കിൽ നമ്മൾ അത് സമ്മതിച്ചു കൊടുത്തേക്കണമെന്നേ, അത് അംഗീകരിച്ചു കൊടുത്തേക്കണം. അതുകൊണ്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല, മാറി പോവുകയുള്ളൂ. പിന്നെ എന്താണ് സമ്മതിച്ചു കൊടുത്താല്? നിന്റെ മോള് ഒരിക്കലും കള്ളത്തരത്തിനോ അനീതിക്കോ കൂട്ടു നിൽക്കത്തില്ല. ആത്മാർത്ഥതയും സ്നേഹവും നന്മയും ഉള്ളവളാണ് നിന്റെ മകള്. അത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അങ്ങനെയുള്ള മക്കളെ അല്ലേ ഒരച്ഛന് വേണ്ടത്? അങ്ങനെയുള്ള മക്കളെയല്ലേ ഒരച്ഛൻ ആഗ്രഹിക്കുന്നത്? നിനക്ക് കിട്ടിയിരിക്കുന്നത് തനി തങ്കക്കുടം പോലത്തെ ഒരു പെങ്കൊച്ചാടാ. നീ അവള് പറയുന്നത് കേട്ടെന്നോർത്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ട് അവള് പറയുന്നത് കേട്ടോ. ഏതായാലും ഞാൻ ചെന്ന് ഇനി അവളോടൊന്ന് സംസാരിക്കട്ടെ. ഇനി ഇപ്പൊ നിങ്ങൾ എന്നാക്ക പറഞ്ഞാലും നിങ്ങളുടെ രണ്ടിന്റെയും ഇടയ്ക്ക് നിന്ന് സംസാരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. എനിക്ക് വേണ്ടി ആരും മധ്യസ്ഥം പറയണ്ട എന്ന് നമ്മുടെ സ്റ്റാൻലി. എന്നിട്ട് സ്റ്റാൻലി പറഞ്ഞു, അല്ലെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലണ്ട, താമസമേ ഉള്ളൂ. അവതക്കുട്ടിച്ചായനെ ചിന്നമ്മ വളച്ചൊടിച്ച് ഉള്ളം കയ്യിൽ എടുത്തു വെച്ച് ചുരുട്ടി പിടിക്കും. എനിക്കറിയാം. ഓ, പിന്നെ അതൊക്കെ അങ്ങ് വള്ളി ചെന്ന് പറഞ്ഞാ മതി. അതൊന്നും ഇവിടെ നടക്കത്തില്ല. അങ്ങനത്തെ പരിപാടിയൊന്നും ഈ ഔതയുടെ അടുത്ത് ചെലവാകത്തില്ലെന്ന് പറഞ്ഞാൽ ചെലവാകത്തില്ല. ഓ, ഒന്ന് പോ അപ്പച്ച. എനിക്കറിയരുതോ അപ്പച്ചൻ അവളെ പേടിയാ, ഒന്നാം തരം നല്ല പേടി. ഹോ, എനിക്ക് പേടിയോ ഈ ഔതക്കുട്ടിക്ക്? ആ, എന്നാ പേടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഞാനേ ഇപ്പൊ ഒരു കാര്യം തരാം എന്ന് പറഞ്ഞിട്ട് ആ മദ്യം ഒരു ഗ്ലാസിനകത്തേക്ക് ഒഴിച്ചിട്ട് കുടിക്ക, ഇതങ്ങോട്ട് കുടിക്കാന്. അപ്പൊ നമ്മുടെ വല്യപ്പച്ചൻ, അതായത് ഔതക്കുട്ടി പറഞ്ഞു, അത് പിന്നെ എനിക്കിപ്പം വേണ്ടാത്തോണ്ടാടാ. അതെന്താ വേണ്ടാത്തത്? ഇവിടെ വരുമ്പോഴൊക്കെ എന്റെ കൂടെ അടിക്കുന്നതല്ലേ. അത് പിന്നെ ലാലിച്ച ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, ഒരു തലവേദന. ഓ, ഭയങ്കര തലവേദന. അത് പിന്നെ ഇത് തലവേദനയ്ക്ക് നല്ലതാ. ഏയ് വേണ്ടെന്നേ, ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാന്ന് കേസേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ലാലിച്ചൻ ഒരു ചിരിച്ചിട്ട് പറഞ്ഞു, ഓ, മനസ്സിലായി, എല്ലാം മനസ്സിലായി. ചെല്ല് അങ്ങോട്ട് ചെല്ല്. ചിന്നമ്മയുടെ അടുത്തേക്ക് ഈ അപ്പച്ചൻ അങ്ങ് ചെല്ല്. അത് പിന്നെ എടാ, ഇതിന്റെ പേരിൽ ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട കേട്ടോ. അവളുടെ മനസ്സ് നല്ലതായത് കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവളുടെ അപ്പന്റെ അടുത്തല്ലേ അവൾക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കണ്ടവരുടെ അടുത്ത് എന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഔതക്കുട്ടി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സ്റ്റാൻലിക്ക് അലീന ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊള്ളുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടാ. അങ്ങനെ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ പുതിയ വേലക്കാരി വന്നു. വൈജയാണ് വേലക്കാരിനെ വെച്ചത്. അങ്ങനെ പുതിയ വേലക്കാരി ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നു. വൈജയ്ക്ക് സന്തോഷമായിട്ടോ. ഏതായാലും ഓട്ടോക്കാരനെ പൈസയൊക്കെ കൊടുത്തിട്ട് വേലക്കാരി ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടു. സർവന്റ് ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് മുറ്റത്തിറങ്ങിയിട്ട് വീട് മൊത്തം ഒന്ന് ചുറ്റും നോക്കി കേട്ടോ. വലിയ വീടാണല്ലോ. ഏതായാലും അകത്തേക്ക് പതുക്കെ കയറി വരികയാണ് ഈ സർവന്റ്. അകത്ത് പതുക്കെ കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ സർവന്റ് പറഞ്ഞു, അതെ, ഈ വീട് ഞാന് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. റോഡേ പോകുമ്പോ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്കാ വരുന്നതെന്ന് എനിക്ക് അറിയാൻ മേലായിരുന്നു. അല്ല, നിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോടി? ആ, ഈ സഞ്ചിയിലുണ്ട്. അല്ല, പിന്നെ ഇവിടുന്ന് വല്ല പഴയ നൈറ്റിയോ ചുരിദാറോ ഒക്കെ തന്നാലേ ഞാൻ ഇട്ടോണ്ട് നടന്നോളാം. അതൊക്കെ ഞാൻ നോക്കട്ടെ. നീ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ നമ്മുടെ വേലക്കാരിനെ, സർവന്റിനെ. അങ്ങനെ സർവന്റ് ആകെപ്പാടെ മൊത്തമൊക്കെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വൈജ ബബി എന്ന് പറഞ്ഞ് ബബിതനെ വിളിച്ചു. അപ്പം ബബിത വന്നിട്ട് എന്നമ്മേ എന്ന് ചോദിച്ചു. അത് പിന്നെ നീ കിച്ചണിൽ എന്നാ ചെയ്യാ? അത് പിന്നെ ഞാന് ചായയും ബനാന ബജ്ജിയും ഉണ്ടാക്കാം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതാ എന്റെ പണി, അതിനിപ്പോ എന്താ? എന്നാ പിന്നെ അത് നിർത്തിക്കോ. അതിനുവേണ്ടി പുതിയ സെർവന്റിന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നതാ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളോട് പറഞ്ഞാൽ മതി, ഇവൾ ഉണ്ടാക്കി തരും. ഇനി ഇപ്പൊ നിങ്ങൾ അടുക്കള കിടന്ന് കഷ്ടപ്പെടണ്ട. അത് പിന്നെ ഇത്രയും നാള് ഞങ്ങൾ കഷ്ടപ്പെട്ടപ്പോ ആരെയും കണ്ടില്ലല്ലോ. ഓ, ഇപ്പോഴല്ല ഒത്തു വന്നത്. അമ്മയെ ശുശ്രൂഷിക്കാനാണോ അതെയോ വീട്ടു ജോലി ചെയ്യിക്കാനാണോ? എല്ലാം ചെയ്തോളും, എല്ലാം ഞാൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ സെർവന്റിനെ ബബിത ഒന്ന് നോക്കി കേട്ടോ. ഈ സമയത്ത് വൈജ പറഞ്ഞു, അത് പിന്നെ ഇവളുടെ പേര് സുനിത. കൃഷ്ണ എന്തിയെ? കൃഷ്ണനെ വിളിച്ചേ. അപ്പൊ നമ്മുടെ ബബിത പറഞ്ഞു, അവള് ചായ ഉണ്ടാക്കുക. അപ്പൊ കൃഷ്ണ വന്നു കേട്ടോ. കൃഷ്ണ വന്നിട്ട് എന്താ എന്താ അമ്മേ? അല്ല, അമ്മ പുതിയ സെർവന്റിനെ പരിചയപ്പെടുത്താൻ നിന്നെ വിളിച്ചതാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണ ചോദിച്ചാൽ, അല്ല, അമ്മയ്ക്ക് ചായ എടുക്കട്ടെ? ഇന്ന് മുതൽ എടുത്തോ, നാളെ മുതൽ എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബബിതയും കൃഷ്ണയും കൂടെ നേരെ കിച്ചണിന്റെ അകത്തേക്ക് കയറി പോയി കേട്ടോ. ഏതായാലും വേലക്കാരിക്ക് മനസ്സിലായി മക്കൾക്ക് വലിയ വിലയൊന്നും ഇല്ല നമ്മുടെ വൈജയോടെന്ന്. ഈ സമയത്ത് വീണ്ടും കയറി വരികയാണ് നമ്മുടെ ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ കയറി വന്നപ്പം ദേ നിൽക്കുന്നു പുതിയ വേലക്കാരി.
ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് ചായ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. എന്നിട്ട് കൃഷ്ണമോള് ചോദിച്ചു, അല്ല ചേച്ചി, ചേച്ചിയുടെ കയ്യിലെ മിഷ്യൻ കണ്ണും അതുപോലെ വെട്ടുകത്തിയും കുന്തവും കുടച്ചക്രവും ഒക്കെ ഉണ്ടോ? ഇവിടെ നിൽക്കണമെങ്കിലേ ഇതൊക്കെ വേണ്ടി വരുന്നു. അപ്പൊ വൈജ ചോദിച്ചു, അല്ല നീ എന്താ കൃഷ്ണമോളെ ഇവിടെ പേടിപ്പിക്കാൻ നോക്കുവാണോന്ന്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ കയറി വന്നു കേട്ടോ. അപ്പൊ നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, അച്ഛാ ചായ ഇരിക്കുന്നു, ചായ കുടിച്ചിട്ട് കയറി പോകാൻ പറഞ്ഞു. മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോ അപ്പോഴാണ് ഇവിടെ പുതിയൊരു ആള് നിൽക്കുന്നത്. പുതിയൊരാളെ കണ്ടത് നമ്മുടെ ബാലചന്ദ്രൻ ഒന്ന് നോക്കി കേട്ടോ. നോക്കിയിട്ട് ബാലചന്ദ്രൻ അടിമുടി ഒന്ന് നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല ഇതാരാ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും വേലക്കാരി തന്നെ പറഞ്ഞു, ഞാൻ ഞാൻ എന്റെ പേര് സുനിത. അപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, അത് പിന്നെ അമ്മ വിളിച്ചു വരുത്തിയ പുതിയ സെർവന്റാ. ഓ, ശമ്പളം ആര് കൊടുക്കും? സുനിതയുടെ ശമ്പളം ഞാൻ കൊടുത്തോളാം. അപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, അച്ഛാ ചായ കുടിക്കാച്ചാന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടും ചോദിച്ചു, അല്ല ഇവിടെ ഒരു സെർവന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ബബിതേ? ഏയ്, ഇവിടെ ഒരു സെർവന്റിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അമ്മ വിളിച്ചു വരുത്തിയതാ. നോക്കാം, എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം, നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രൻ വീണ്ടും വേലക്കാരിനെ ഒന്ന് നോക്കി വൈജയനെ ഒന്ന് നോക്കി ഒരു പൂച്ചൻ ചിരിയൊക്കെ ചിരിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് സ്റ്റെയർ കയറി മേളിലേക്ക് അങ്ങ് പോയി. ബാലചന്ദ്രൻ അറിയാം ഇത് കൂടുതൽ നാളൊന്നും പോകത്തില്ലെന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ടായി. അപ്പൊ അത്താഴം കഴിക്കാനായിട്ട് എല്ലാരും വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാരും അത്താഴം കഴിക്കാൻ വിളിക്കുക, നമ്മുടെ ബബിതേനെയും കൃഷ്ണനെയും രോഹിത്തിനെയൊക്കെ. അങ്ങനെ ഇവരെ ഓരോരുത്തരെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അത്താഴം കഴിക്കാനായിട്ട് വന്നു. അതിന്റെ ഇടയിൽ വൈജ പറയുന്നുണ്ട്, ഇവിടെ ആർക്കും ഭക്ഷണമൊന്നും വേണ്ടേ, നീ നിന്റെ അച്ഛനെ വിളിക്കടി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ബാലചന്ദ്രൻ വന്നു ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വേലക്കാരി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ വൈജ പറഞ്ഞു, അത് പിന്നെ എന്തിനാ നിൽക്കുന്നത്, ഇവിടെ വന്ന് ഇരിക്കുക, ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കും, ചുമ്മാ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് അവിടെ പിടിച്ചങ്ങ് ഇരുത്താണ്. ഇതൊരു തരം വാശിയാണ്. അലീനെ അങ്ങനെ ഇരുത്തിയാണല്ലോ കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി എത്ര സർവന്റ് വന്നാലും അങ്ങനെ ഇരുത്തി കഴിപ്പിച്ചാൽ മതിയല്ലോ. നമ്മുടെ ബാലചന്ദ്രൻ ഇതങ്ങ് നോക്കിയിട്ട് കഴിക്കാൻ തുടങ്ങിയ സർവന്റിനോട്, അതെ നിങ്ങൾ കഴിക്കാൻ വരട്ടെ, നിങ്ങളിപ്പൊ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് നമുക്ക് ഇന്ന് രാത്രിയും അതുപോലെ നാളെ രാവിലെയൊക്കെ കാണാം. അപ്പം ടാറ്റ ബൈ ബൈ, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.